ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ബ്ലോഗ്. അപ്പോൾ നമ്മൾ ഒന്ന് വെറൈറ്റി പിടിക്കാന്ന് വിചാരിച്ചു കേട്ടോ. അതായത് നമ്മുടെ പർഗോളിൽ കാണുന്ന ഗ്രാസ് ആണ് കേട്ടോ. ഇത് മെക്സിക്കൻ ഗ്രാസ് ആണ്. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ ഗ്രാസ് ആക്കിയാലോ എന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ മെക്സിക്കൻ ഗ്രാസ് ഭയങ്കര പണിയാണ് കേട്ടോ. അത് എന്താണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കമൻറ്റ് വഴി വേണേൽ അറിയിക്കാം. നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ എന്താണെന്നുള്ള അതിൻ്റെ നെഗറ്റീവ് വിഷം നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കും, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മൊത്തം പേൾ ഗ്രാസ് ഇടാം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ടിപ്പർ ചുവന്ന മണ്ണ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അതാണ് പുല്ല് വയ്ക്കാനും നമ്മുടെ ഗാർഡൻ സെറ്റ് ചെയ്യാനൊക്കെ ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അടുത്ത് തന്നെ ഒരു ഗ്രാസ് ചെയ്യുന്നത്, അത് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ആളെ ഞാൻ ഈ അടുത്താണ് പരിചയപ്പെട്ടത്. അപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങളൊന്ന് സെറ്റ് ചെയ്തോളൂ, നമ്മൾക്ക് എന്താണെന്ന് വെച്ചാൽ അടിപൊളിയാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ വന്നു. ആളൊരാളെ പണിക്ക് വിട്ടിട്ടുണ്ട്. അത് ആളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും നമ്മൾ ചെത്തിയൊക്കെ വൃത്തിയാക്കി ലെവലാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഒന്ന് മണ്ണിട്ടൊന്ന് ലെവലാക്കണം. അതിനുശേഷം നമ്മുടെ ഗ്രാസ് വിരിക്കണം. മൊത്തമായിട്ട് വിരിക്കാൻ പോവാണ്. നമ്മൾ ഈ ബാക്ക് സൈഡ് കാര്യങ്ങൾ എല്ലാം വിരിക്കാൻ പോകട്ടോ. അയാൾ പറഞ്ഞത് ഒരു 1000 സ്ക്വയർ ഫീറ്റ് നമുക്ക് ആദ്യം കൊണ്ടുവന്നിട്ട് നോക്കാം എന്നാണ് പറഞ്ഞത്. അതുമാത്രമല്ല, നമ്മൾ ഈ ഭാഗം വീട് ഓപ്പണിങ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2 വർഷം അങ്ങനെ അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് കാര്യങ്ങളൊന്നും നമ്മളൊന്നും മാറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ കുറേ ടൈൽസുകൾ കാര്യങ്ങളെല്ലാം സൈഡിൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഭംഗിയാണെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. അപ്പോൾ അയാൾ ആദ്യം മണ്ണൊക്കെ ഒന്ന് ലെവൽ ചെയ്തു. നമ്മുടെ പുല്ല് എത്തിക്കഴിഞ്ഞു. മണ്ണെല്ലാം അവിടെ ഇട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം പുല്ല് വന്നു കഴിഞ്ഞു. പുല്ലിങ്ങനെ ഓരോ ഷീറ്റായിട്ട് വരിക കേട്ടോ. അതായത് 4ക്ക് 2 ഷീറ്റായിട്ട് വരിക. അപ്പോൾ അതിൻ്റെ റേറ്റ് വന്നിട്ട് 80 രൂപ എന്താണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണല്ലേ മണ്ണ് മൊത്തം ലെവലാക്കി വെച്ചിട്ടുണ്ട്. കുറച്ചുകൂടി മണ്ണ് ലെവലാക്കാനുണ്ട്. അപ്പോൾ പുല്ല് വന്നു. ബാക്ക് സൈഡിലേക്കുള്ള പുല്ലാണ് ആദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്ക് സൈഡ് വിരിക്കാമെന്ന് പറഞ്ഞു ആൾ. ബാക്ക് സൈഡ് വിരിച്ചു, ഫ്രണ്ട് സൈഡും വിരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതാണല്ലേ ഇപ്പോൾ നമ്മുടെ ഇപ്പുറത്തെ സൈഡ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള ഇടതുവശത്തെ സൈഡ് ഇതാക്കാം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതാണല്ലേ ബാക്ക് സൈഡ് വിരിച്ച് പാതിയാക്കി വെച്ചതിൻ്റെ വീഡിയോസ് നമ്മൾ കാണുന്നത്. ബാക്ക് സൈഡ് ഇങ്ങനെ ആക്കി വെച്ചിട്ട് പോകാനുള്ള വഴിയൊന്നും കൊടുത്തിട്ടുണ്ട്. അതായത് ബാക്കിലായിരുന്നു കുറേ പുല്ലുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വഴി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ വഴിയെല്ലാം കവറാകുന്നുണ്ട് കേട്ടോ. ഏറ്റവും ലാസ്റ്റാണ് ഇതിൻ്റെ ഭംഗി നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഇപ്പം നമ്മൾക്ക് ഇതിൻ്റെ സത്യം പറഞ്ഞാൽ കാണുമ്പോൾ വലിയൊരു ഭംഗിയായിട്ട് തോന്നത്തില്ല. പക്ഷേ നമുക്ക് വന്ന ലേബർ, അതായത് ആഴ്ച പണിക്കാരൻ സെറ്റായിരുന്നു, ഒന്നും പറയാനില്ല. ആൾ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൾ ഒറ്റയ്ക്ക് തന്നെ അത് മൊത്തം അടിപൊളിയാക്കി. ഇത് കണ്ടില്ലേ ഇപ്പം എങ്ങനെയുണ്ട്? പേടച്ചല്ലേ. നമുക്ക് വ്ളോഗ് ചെയ്യാനായിക്കോട്ടെ, നമ്മൾക്ക് ലൈവ് ചെയ്യാനായിക്കോട്ടെ, എല്ലാത്തിനും അടിപൊളിയായിട്ടോ. ഇതാണിപ്പോൾ അവസാനത്തെ ലുക്ക്, അതായത് ഫൈനൽ ലുക്കാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടേജ് ആണിത്. വരുന്ന വഴി, അതായത് വരുന്ന വേ മാത്രം നമ്മൾ മെറ്റലിട്ടു. ബേബി മെറ്റൽ, നേരത്തെ ബേബി മെറ്റൽ തന്നെ ആയിരുന്നു ഫുള്ളായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വരുന്ന വേ മാത്രം ബേബി മെറ്റലാക്കി. പിന്നെ കാർ പോർച്ചിൻ്റെ ആ സൈഡിൽ ചെറുതായിട്ടൊന്ന് വിരിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഫുള്ളായിട്ട് ഈ പറഞ്ഞ പോലെ ഗ്രാസ് വിരിച്ചു. ഇതിപ്പോൾ വിരിച്ചിട്ട് 1-2 ദിവസമായിട്ട് കുറച്ച് കളകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കാര്യമായിട്ട് പറയാനുള്ള കളകളൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് കളകളുണ്ടായിരുന്നു. അതിനൊക്കെ വലിച്ചു. രാവിലെ എണീറ്റു. ആദ്യം ഒന്ന് വെള്ളമൊക്കെ നനച്ചു. സെറ്റായി. നമുക്ക് രാവിലെ ഒന്ന് സൺറൈസൊക്കെ കണ്ട് എണീറ്റ് പിന്നെ ഇവിടെ ഫ്രണ്ടിൽ സിറ്റൗട്ടിൽ വന്നിരുന്നൊരു കോഫിയൊക്കെ കുടിക്കുമ്പോണ്ടല്ലോ പ്രത്യേക വൈബ്. ഇനിയും പണി ചെയ്യാനുണ്ട് കേട്ടോ. ഇത് തീർന്നിട്ടില്ല കേട്ടോ. ഞാൻ പുല്ലിൻ്റെ ഗ്രാസ് സെറ്റ് ചെയ്തത് മാത്രമാണ്, പേൾ ഗ്രാസ് സെറ്റ് ചെയ്തത് മാത്രമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഇന്ന് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ചുറ്റും, അതായത് കുറച്ചുകൂടി പൂക്കളും കാര്യങ്ങളും എല്ലാം നീ ചെടി ചട്ടിയിൽ വെക്കത്തുള്ളൂ കേട്ടോ. നീ ചെടികളൊന്നും നമ്മൾ പുറത്ത് വെക്കില്ല, ചട്ടിയിൽ മാത്രമായിരിക്കും നമ്മൾ വെക്കുക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവെന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താണെന്ന് വെച്ചാൽ ചൂട് നല്ലോണം നമുക്ക് കുറയും. ഞങ്ങളിവിടെ ബാംഗ്ലൂർ സ്റ്റോൺ ഇടാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ ചൂട് നന്നായിട്ടുണ്ടാവും. നമ്മൾക്ക് റോഡും തൊട്ടപ്പുറത്തെ സ്ഥലമൊക്കെ പാറയാണ്, നേരെ ഓപ്പോസിറ്റ് ഭാഗം പാറയാണ്. അതൊക്കെ കാരണം ചിലപ്പോൾ ഭയങ്കര ചൂടായിരിക്കും വീട്ടിന് ഫീൽ ചെയ്യുക. ഇത് ഇട്ടതിന് ശേഷം നമ്മൾക്ക് സത്യം പറഞ്ഞാൽ നല്ല തണവുണ്ട്, നല്ലൊരു അറ്റ്മോസ്ഫിയർ. എന്താ പറയുക, അടിപൊളിയായിരുന്നു. എൻ്റെ മോള് പറഞ്ഞു വാടിക പോലെയുണ്ട് പപ്പ എന്ന് പറഞ്ഞു. വാടിക പുറത്തുള്ളവർ കറില്ല കേട്ടോ. ഞങ്ങളെ പാലക്കാട് മറ്റേ നമ്മുടെ വാടിക എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട്, കോട്ട മൈതാനത്തിൻ്റെ അടുത്ത്. അപ്പോൾ അവിടെ പോകുമ്പോൾ ഈ പുല്ലിലിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പോവുക. അപ്പോൾ ഇതാണല്ലേ ഫുള്ളും നമ്മൾക്ക് ബാക്ക് സൈഡ് എല്ലാ ഭാഗവും അത്യാവശ്യം നല്ല വൃത്തിയായി. പിന്നെ നന്നായി നനച്ച് കഴിഞ്ഞാൽ ചെടികൾക്ക് നല്ലതാണ്. നമ്മുടെ ഗുവൻ്റെ ഇതിന് കൊയ്യാക്ക നിങ്ങൾ പറയാം, ഗുവൻ്റെ ഇത് അതിനടിപൊളിയാണ്. മൊത്തത്തിൽ വാഴ, അതായത് പുല്ല് വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ വാഴ വെച്ചത്. ഇപ്പോൾ വാഴ വെക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. അതായത് വാഴ വേണ്ടിയിരുന്നില്ല, നമ്മൾക്ക് അവിടെ ഫ്രീ ആയിട്ട് വിടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ, ഇങ്ങനെ ചെയ്യാമായിരുന്നല്ലോ എന്ന് വിചാരിച്ചു.
അപ്പോൾ അതാണല്ലോ ഈ ടൈൽസ് കാര്യങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റാനുണ്ട്. വേസ്റ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് പക്ഷേ വേറെ എവിടെയും കൂടി ഡംപ് ചെയ്യാൻ പറ്റില്ല. നമ്മൾക്ക് ഒഴിവാക്കി തന്നെ വേണം. അപ്പോൾ നോക്കട്ടെ, അതിന് നല്ലൊരു ഇത് നോക്കിയിട്ട് മൊത്തം ഒഴിവാക്കിയിട്ട് ഇതിൻ്റെ ഒരു ബാക്കി ഇനി ചെടികളൊക്കെ സെറ്റ് ചെയ്ത് ഗാർഡൻ ഒന്നുകൂടി ഒന്ന് ഉഷാറാക്കിയിട്ട് ഇതാക്കാം. അയാൾ ഒരുപാട് ഐഡിയാസ് പറഞ്ഞിട്ടുണ്ട് ഗാർഡൻ ചെയ്യാനായിട്ട്. പക്ഷേ ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങളുടെ ഒരു ഐഡിയയിൽ ചെയ്യണം. ഓക്കെ, ബാക്ക് സൈഡാണ്. ബാക്ക് സൈഡ് ചെറിയൊരു മാവിൻ തൈ വെച്ചിട്ടുണ്ട്. ഇത് എന്താ പറയുക, കാലാപ്പാടി എന്ന് പറഞ്ഞൊരു മാവാട്ടോ. അപ്പോൾ നിങ്ങൾക്കിതിൽ വല്ല ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് വഴി ചോദിക്കൂ. എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ ഇന്നത്തെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഈ ഗ്രാസിനെക്കുറിച്ച്, പേൾ ഗ്രാസിനെ കുറിച്ച് നിങ്ങൾക്ക്, അതായത് പേൾ ഗ്രാസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾ ഫിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിലോ പറഞ്ഞാൽ മതി. ഇത് ഇങ്ങനെ അല്ലാതെയും ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതായത് ഓരോ പീസായിട്ട് എടുത്തിട്ട് നട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ബായ്.